ഇന്നായിരുന്നെങ്കിൽ എനിക്ക് നിർമാല്യം എന്നൊരു ചിത്രം സംവിധാനം ചെയ്യാൻ പറ്റുമായിരുന്നു. ഒരു അഭിമുഖത്തിൽ ഇത് ചോദിച്ചത് സാക്ഷാൽ എം.ടി. വാസുദേവൻ നായർ തന്നെയാണ്. കാരണം നിർമാല്യം ഒരുക്കിയ 1973 അല്ല ഇപ്പോൾ. 3.5 പതിറ്റാണ്ട് പിന്നിട്ടപ്പോഴേക്കും കേരളത്തിലെ സാമൂഹ്യാവസ്ഥ മാറി. മതവും ജാതിയും കേരളീയ സമൂഹത്തെ വിഴുങ്ങി. ശ്രീകോവിലിലെ ബലിക്കല്ലിൽ വായിലെ ചോര തുപ്പുന്നതാണ് നിർമാല്യത്തിലെ സീനിൽ അഭിനയിച്ചത് പി.ജെ. ആൻ്റണിയാണ്. എം.ടി. വാസുദേവൻ നായർ തന്നെ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ഈ ചിത്രം 1973 ആണ് പുറത്തിറങ്ങിയത്. ചിത്രത്തിൽ വെളിച്ചപ്പാടായി അഭിനയിച്ച പി.ജെ. ആൻ്റണിക്ക് അഭിനയ മികവിൽ ഭരത് അവാർഡടക്കം നേടി. ഒട്ടേറെ ചർച്ച ചെയ്യപ്പെട്ട സിനിമ കൂടിയായിരുന്നു ഇത്. ഈ ഒരു ഇൻട്രോ ഇപ്പോൾ പറയാൻ കാരണം ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ചിത്രത്തിൽ ജാനകി എന്ന പേരുപയോഗിക്കാൻ കഴിയില്ലെന്നും അത് ദൈവത്തിൻ്റെ പേരാണ് എന്നുമുള്ള സെൻസർ ബോർഡിൻ്റെ കണ്ടുപിടുത്തമാണ്. അതേ തുടർന്നുള്ള കേസ് കോടതിയിൽ നിൽക്കുന്നു. കേന്ദ്രമന്ത്രിയും ബി.ജെ.പി. നേതാവുമായ സുരേഷ് ഗോപി നായകനായ ചിത്രത്തിനാണ് ഇതേ കേന്ദ്ര സർക്കാർ നിയോഗിച്ച സെൻസർ ബോർഡ് അനുമതി നിഷേധിച്ചതെന്ന് ഓർക്കണം. ഒടുവിൽ ജാനകിക്ക് വി എന്ന ഇൻഷ്യൽ നൽകി എങ്ങനെയെങ്കിലും സിനിമ പുറത്തിറക്കാനുള്ള വഴക്കത്തിലേക്ക് വരേണ്ടി വന്നു സിനിമ നിർമ്മാതാക്കൾക്ക്. ദൈവങ്ങളുടെ പേര് സിനിമയ്ക്കോ സിനിമയിലെ നായകന്മാർക്കോ കഥാപാത്രങ്ങൾക്കോ നൽകാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് വന്നാൽ എങ്ങനെ മലയാളത്തിൽ പുതിയ സിനിമകൾ ഇറക്കും എന്നുള്ള ചോദ്യം കൂടി ഉണ്ട്. ഇത് അപ്രഖ്യാപിതമായ ഒരു സെൻസർഷിപ്പ് അല്ലേ എന്നുള്ള ചോദ്യവും ഉയരുന്നുണ്ട്.